നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി 11ാമത്തെ ശ്ലോകത്തിൽ യഥാർത്ഥത്തിൽ മൂലഗ്രന്ഥമായ ഭാഗവതത്തിൽ ഈ രുക്മിണിയുടെ അഹങ്കാരം ശമിപ്പിക്കാൻ ഭഗവാൻ ചില പൊടിക്കൈകൾ പ്രയോഗിക്കുന്നു എന്നത് പിന്നീട് വരുന്ന ഒരു അധ്യായത്തിലാണ്. സത്യത്തിൽ ഇതിനിടയിലാണ് ഇനി നാരായണീയത്തിൽ വരാൻ പോകുന്ന ദശകങ്ങളൊക്കെ ഭാഗവതത്തിൽ ഇവിടെയാണുള്ളത്. എന്നിട്ടാണ് ഈ പറയുന്ന രുക്മിണിയുടെ അഹങ്കാരം നശിപ്പിക്കുന്ന ഒരു അധ്യായം ഉള്ളത്. പക്ഷെ ആ രുക്മിണിയുമായിട്ട് ചേർന്ന് വരുന്നത് കൊണ്ട് ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് എല്ലാം വളരെ വിശദമായിട്ട് പറയുന്നില്ല എന്നതുകൊണ്ട് മേൽപ്പത്തൂർ അതിന്റെ ഒരു സൗകര്യത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എടുത്ത് ചേർക്കുകയാണ് ചെയ്തത്. വിവിധ നർമ്മഭിഹി ഏവം അഹർനിശം വിവിധ നർമ്മഭിരേവമഹർനിശം പ്രമദം ആകലയൻ പുനഃ ഏകദാ പ്രമദമാകലയൻ പുനരേകദാ ഋജുമതേഹേ കില വക്രഗിരാ ഭവാൻ വരതനോഹോ അദനോത് അതിലോലതാം വരതനോരദനോദതിലോലതാം. ഏവം ഇപ്രകാരം വളരെ രസകരമായിട്ട് ആ ഒരു മധുവിധു ദിവസങ്ങൾ അങ്ങനെ അഹർനിശം രാവും പകലും വിവിധ നർമ്മഭിഹി രസകരമായിട്ടുള്ള പല നേരം പോക്കുകളും പറഞ്ഞ് പ്രമദം വളരെയധികം സന്തോഷിപ്പിച്ച് പ്രമദം ആകലയൻ അവരുടെ ആ രുക്മിണിയെ വളരെയധികം സന്തോഷിപ്പിച്ചുകൊണ്ട് ഭവാൻ ഭഗവാനെ അങ്ങ് അങ്ങനെ ദിവസങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കെ പുനഃ ഒരു ദിവസം ഏകദ ഒരു നാൾ ഋജുമതേഹേ ഋജുമതി എന്ന് വെച്ചാൽ ആ ഒരു നേരായി മാത്രം ചിന്തിക്കുകയും നേരായി കാണുകയും ചെയ്യുക. ഒന്നും ആ ഒരു ഉള്ളർത്ഥം മനസ്സിലാക്കാൻ സാധിക്കാതെ വരിക. എന്ത് പറഞ്ഞാലും അത് നേരായിട്ടെടുക്കുന്ന ഋജുമതി. എന്ത് കാര്യവും പറഞ്ഞാൽ അതാണ് സത്യം എന്ന് വിചാരിക്കുക. അതിലൊരു കളിയുണ്ടെന്നോ ഒരു കളിതമാശയുണ്ടെന്നോ എന്നൊന്നും ചിന്തിക്കാത്തവൾ. അതാണ് ഋജുമതിയായിട്ടുള്ള ആ വരതനോഹോ ശ്രേഷ്ഠയായിട്ടുള്ള ആ സുന്ദരിയായിട്ടുള്ള രുക്മിണിയോട് ഭഗവാൻ വക്രഗിര ഒരു കപടവാക്ക്, അതായത് രുക്മിണിയെ ഒന്ന് കളിപ്പിക്കാം. ഒപ്പം രുക്മിണിക്ക് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി വരാൻ പോകുന്ന അധ്യായത്തിലൊക്കെ ഭഗവാൻ വേറെ കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെ മറ്റു ഭാര്യമാരിൽ വെച്ച് തന്നോടാണ് ഭഗവാന് പ്രണയം കൂടുതലെന്നും അല്ലെങ്കിൽ തനിക്കാണ് സൗന്ദര്യം കൂടുതൽ എന്നൊക്കെയുള്ള ഒരു അഹങ്കാരം വന്നിരുന്നു രുക്മിണിക്ക്. അതില്ലാണ്ടാക്കാനാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ ഇത് രുക്മിണിയുടെ ആ ഒരു മറ്റുള്ള കഥകളൊന്നും പറയാത്തത് കൊണ്ട് ഇവിടെ എന്തിന്റെ അഹങ്കാരമാണെന്നൊരു സംശയം വരാം. അതാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു വക്രഗിര ഒരു വക്ര രീതിയിൽ അല്ലെങ്കിൽ ഒരു കളിവാക്ക് പറഞ്ഞിട്ട് അതിലോലതാം അതിലോലമായിട്ടുള്ള, അതായത് പെട്ടെന്ന് നമ്മൾ പറയില്ലേ വെരി സെൻസിറ്റീവ് ആണ്, വളരെ പെട്ടെന്ന് ലോലഹൃദയായിട്ടുള്ള ആ അതനോഹോ അവളെ അതനോഹോ കില അവളിൽ ഒരു ദുഃഖ ചാഞ്ചല്യം അതനോഹോ അങ്ങനെയുള്ള ഒരു ദുഃഖ ചാഞ്ചല്യം അവളിൽ ഉണ്ടാക്കി തീർത്തുവല്ലോ ഭഗവാൻ. അങ്ങനെ വളരെ രസകരമായിട്ട് ആ ഒരു മധുവിധു സന്ധ്യകളും രാത്രികളും പകലുകളും ഒക്കെ ആയിട്ട് അങ്ങനെ പോകവേ ഒരു ദിവസം ഭഗവാൻ വെറുതെ ഒരു കളി തമാശയായിട്ട് ഒന്ന് വേദനിപ്പിക്കാം, ഒരു ചെറുതായിട്ടൊന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ പറഞ്ഞത്.
രുക്മിണിയോട് പറയാണ്, രുക്മിണി, നിന്നെ സ്നേഹിക്കുന്ന എത്രയോ നല്ല ക്ഷത്രിയന്മാരായിരുന്നു ആ ശിശുപാലനും ഇവരൊക്കെ. നീ എന്തിനാ ഈ യാദവ ചെറുക്കനായ എന്റെ കൂടെ വന്നത്? മാത്രമല്ല, നിനക്കറിയാലോ, ഞാൻ ഈ ദ്വാരകയിൽ യഥാർത്ഥത്തിൽ ഈ ജരാസന്ധനെ പോലെയുള്ളവരെ പേടിച്ചാണ് കഴിയുന്നത്. ഇങ്ങനെ ഒരു പേടി തൊണ്ടനായിട്ടുള്ള എന്താ പറയാ, പേടി കൊണ്ട് ജീവിക്കുന്ന ഈ ഉള്ളവനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ. നീ ഒരു രാജകുമാരിയല്ലേ, നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ? നീ എന്ത് കണ്ടിട്ടാണ് എന്നെ കല്യാണം കഴിച്ചത്? പിന്നെ ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നത് വെറുതെ അവരുടെയൊക്കെ മുന്നിൽ ഒരു വീരത്വം കാണിക്കാൻ. ആ ശിശുപാലനും ജരാസന്ധനും ഒക്കെ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് അവരുടെയൊക്കെ മുമ്പിൽ ഒരു പറയില്ലേ, ഷോ കാണിക്കാൻ, അതിനുവേണ്ടി ഞാൻ വന്നതാണ്. അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ട് വന്നതൊന്നും അല്ല. ഇങ്ങനെ ഭഗവാൻ വളരെ കാപട്യത്തോടുകൂടി രുക്മിണിയോട് പറഞ്ഞപ്പോ ഭാഗവതത്തിൽ പറയുന്നത് രുക്മിണി തലചുറ്റി വീണു എന്നാണ്. അത്രയും സഹിക്കാൻ പറ്റിയില്ല. തന്നോട് ഇഷ്ടമില്ലാതെ വെറുതെ ഒരു വീരത്വം കാണിക്കാനാണ് വന്നതെന്നൊക്കെ ഭഗവാൻ പറഞ്ഞപ്പോ രുക്മിണി തലചുറ്റി വീണു. അത്ര പോലും രുക്മിണിക്ക് അത് സഹിക്കാൻ സാധിച്ചില്ല. അതാണ് ആ ഋജുമതിയായിട്ടുള്ള രുക്മിണിയെ ഒന്ന് കളിപ്പിക്കാനും ഒപ്പം ആ ഒരു ചെറിയ അഹങ്കാരം വന്നിരുന്നു. പിന്നീട് അതിനെ ഒന്ന് ഇല്ലാണ്ടാക്കാനാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ശ്ലോകം 11. വിവിധ നർമ്മഭിരേവ മഹർനിശം പ്രമദമാകലയൻ പുനരേകദാ ഋജുമതേ കില വക്രഗിരാ ഭവാൻ വരതനോ രതനോദതിലോലതാം. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എല്ലാ ഗുരുജനങ്ങളെയും പിതൃജനങ്ങളെയും സ്മരിക്കുന്നു. വ്യാസഭഗവാനെയും ഭട്ടപാദരെയും സ്മരിക്കുന്നു. ഗുരുവായൂരപ്പനെയും നമസ്കരിക്കുന്നു. ഭഗവാൻ അവതാരത്തിലെ പല ലീലകളിലൊന്നാണ് രുക്മിണി സ്വയംവരവും. അതിനോടനുബന്ധിച്ച ഭഗവാന്റെ ചില പ്രത്യേക പെരുമാറ്റ രീതികളും. അതായത് ദാമ്പത്യത്തിൽ വരുമ്പോൾ പലപ്പോഴും സൂചിപ്പിച്ച പോലെ പതിപത്നിമാർ തമ്മിൽ മത്സരിക്കുകയോ അഹങ്കരിക്കുകയോ ചെയ്യരുത്. അവിടെ സംഘർഷങ്ങളുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് 79-ാം ദശകമാണ് രുക്മിണീഹരണവും രുക്മിണീ സ്വയംവരവും വർണ്ണിക്കുന്നത്. അതിലെ ശ്ലോകം 11 നമുക്ക് നോക്കാനുള്ളത്. രുക്മിണി ഹരിച്ചു. ദ്വാരകയിൽ വന്ന് വിവാഹം അതിഘോഷപൂർവം നടന്നു. ആനന്ദമായിട്ട് അവർ രസമായിട്ട് കഴിച്ചു കൂട്ടാണ്. വിവിധ നർമ്മവിരേവം അഹർനിശ, അതായത് പലതരത്തിലുള്ളതായ നർമ്മങ്ങളും ശൃംഗാരലീലകളും അങ്ങനെ അതിസുന്ദരമായ രസകരമായിട്ടുള്ളതായ ആ ദാമ്പത്യം അങ്ങനെ ആരംഭിക്കുമ്പോൾ അവിടെ ആഹ്ലാദം തന്നെയാണ് ഇവിടെ. പക്ഷെ ഇവിടെ മറ്റൊരു സംഗതി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. രുക്മിണിക്ക് തോന്നുകയാണ് തൻ്റെ സൗന്ദര്യം കണ്ടുകൊണ്ടാണ് ഭഗവാൻ തന്നോടടുത്തതെന്നും തന്നെ ഇഷ്ടപ്പെട്ടതെന്നും താൻ രാജപുത്രിയാണ്, വലിയൊരു രാജകുടുംബത്തിലെ അംഗമാണ് എന്ന് തുടങ്ങിയിട്ടുള്ളതായ കൊച്ചു കൊച്ചു അഭിമാനങ്ങൾ രുക്മിണിക്കുണ്ടായിരുന്നോ എന്നൊരു സംശയം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരം ചിന്തകൾ ദാമ്പത്യത്തിൻ്റെ ശാന്തി സമാധാനത്തിനെ മറ്റൊരു തരത്തിൽ ബാധിക്കുമത്. അപ്പോൾ അതൊന്ന് ഇല്ലാതാക്കണം, ഒതുങ്ങണം. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അങ്ങനെ വളരെ നിഷ്കളങ്കയാണ് രുക്മിണി. പക്ഷേ സാധാരണ തോന്നുന്ന പോലെ തന്നെ തൻ്റെ സൗന്ദര്യത്തിനെക്കുറിച്ച് അഭിമാനം, കുലമഹിമയെക്കുറിച്ചുള്ള അഭിമാനമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് ഒരു ദിവസം ഭഗവാൻ രുക്മിണിയോട് പറയുകയാണ്, അത്രേ, നോക്കൂ രുക്മിണി, ഞാൻ നിനക്ക് യോജിച്ച ആളല്ല. നീ രാജപുത്രിയാണ്. അതായത് എൻ്റെ ഭക്തന്മാരൊക്കെ ദരിദ്രന്മാരാണ്. നിനക്ക് ഏതെങ്കിലും യോഗ്യരായ രാജാവിനെ സ്വീകരിക്കാമായിരുന്നു.
എന്നെ സ്വീകരിച്ച തൊട്ടും ശരിയായില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. ഒന്നിലും ആസക്തി ഇല്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നാണെങ്കിൽ, ഒന്ന്, കൗതുകം തോന്നി. 2, എന്നോട് ശത്രുത പുലർത്തുന്നതായ ശിശുപാല ജരാസന്ധാദികളുടെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ബലാത്കാരമായിട്ട് കൊണ്ടുപോകുന്നു. അത്രയേ ഉള്ളൂ. അതായത് നിന്നോട് അത്ര പ്രേമമൊന്നും എനിക്കില്ല. ഇവിടെ ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ ചെയ്തത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് രുക്മിണിക്ക് വേണമെങ്കിൽ, എനിക്ക് വിദ്യാഭ്യാസമില്ല, ഞാൻ സമുദ്രത്തിലാണ് താമസിക്കുന്നത്, ശത്രുക്കളെ കുറിച്ചൊന്ന് ഭയന്നുകൊണ്ട്. എനിക്ക് ആകെ കൂടി ശീലമുള്ളത് പശുക്കളെ പാലിക്കാനാണ്. അതാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്. നിൻ്റെ നിറം പൊന്നിൻ്റെ നിറമാണ്, എൻ്റെ നിറം കറുപ്പാണ്. ഇങ്ങനെ പലതുകൊണ്ടും നമ്മൾ തമ്മിൽ യോജിപ്പില്ല എന്ന് തോന്നുന്നു. അതിൽ നിനക്കൊരു വിഷമമുണ്ടോ എന്ന് എനിക്കൊരു വിചാരം. അതുകൊണ്ട് രുക്മിണിക്ക് വേണമെങ്കിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് നിനക്ക് യോജിച്ച ഏതെങ്കിലും ഒരു രാജകുമാരനെ സ്വീകരിക്കാം. വിരോധമില്ല, എനിക്ക് യാതൊരു വിരോധമില്ല. അതിന് വേണ്ട എല്ലാ വ്യവസ്ഥകളും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ഇത്രേ രുക്മിണിയോട്. ഇത് അസഹനീയമായിരുന്നു രുക്മിണിക്ക്. ഇങ്ങനെ ഒന്ന് ഭഗവാനിൽ നിന്ന് കേൾക്കുന്ന രുക്മിണി മനസ്സാവാച ചിന്തിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ പിന്നിലത്തെ സതുദ്ദേശമുണ്ട്. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് കേട്ട് അതീവ ദുഃഖാർത്ഥിയായി തീർന്നു രുക്മിണി. ബോധം കെട്ട് വീണു എന്ന് പറഞ്ഞാൽ പറയാം. ഉറക്കെ പൊട്ടിക്കരയാൻ തുടങ്ങി, മോഹാലസ്യപ്പെട്ടു. ഇങ്ങനെയൊക്കെ ആണ് ഭാഗവതത്തിലും പറയുന്നുണ്ട് ഈ ഒരു ഭാഗം. ഇതിനെയാണ് ഭട്ടതിരിപ്പാട് വക്രഗിരാഭവൻ എന്ന് അവിടെ പറഞ്ഞത്. ആ രുക്മിണിയെ അതിലോലതമായിരിക്കുന്നതായ രുക്മിണി ആദനോത്കില ദുഃഖത്തിലേക്ക് ആക്കി തീർത്തു എന്ന് പറയുകയാണ് അവിടെ സാസുന്ദരിയെ. ഇതൊക്കെ ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളും ചില സത്യങ്ങളും നമുക്കറിയാനുള്ളതാണ്. അങ്ങനെ മഹാത്സ്യപ്പെട്ടതായ രുക്മിണിയുടെ അവസ്ഥ ഭഗവാൻ കണ്ടു. അതായത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്നിലും അഹങ്കരിക്കരുത്. ഒന്നും നമ്മുടേതല്ല. ഏതോ ഒരു ശക്തിവിശേഷത്തിന് അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് പലതും ഉണ്ടാവുന്നത്. സൗന്ദര്യമാവാം, ആരോഗ്യമാവാം, സമ്പത്താവാം, എല്ലാം. ഇതൊക്കെ നല്ല നന്ദിയോട് കൂടിയിട്ട്, ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ ഈശ്വരനോട് നന്ദി ഉണ്ടാവണം നമുക്ക്. എല്ലാ സൗഭാഗ്യങ്ങളും അവിടുന്ന് തരുന്നതാണ്, എല്ലാം അവിടുന്ന് വരുന്നതാണ്. അല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ കുറ്റം പറയും, ഭർത്താവ് ഭാര്യ കുറ്റം പറയും. അങ്ങനെയായാൽ ആ ദാമ്പത്യത്തിൽ സംഘർഷങ്ങളും പ്രശ്നവും ഉണ്ടാവാം. അപ്പോൾ രണ്ടുപേരും ചേർന്ന് ഞങ്ങളെ യോജിപ്പിച്ചത് ഭഗവാനാണെന്ന് വിചാരിച്ചുകൊണ്ട് സുഖമായിട്ട് കഴിയുക. ഇതാണ്. ഇനി അവസാനത്തെ ശ്ലോകത്തിൽ എന്താ പറയാമെന്ന് നോക്കാം നമുക്ക്. ഹരിശരണം.